തനിയെ കുക്ക് ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ രസമാണല്ലേ വേറൊരാൾ ഉണ്ടാക്കി തന്ന് കഴിക്കുമ്പോൾ. അങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു മടുപ്പൊക്കെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ മടുപ്പ് ഫീൽ ചെയ്തിരിക്കുമ്പോഴാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം നമ്മുടെ കാലിക്കറിയിൽ എത്തിയിട്ടുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ ഷെസൂനെ വിളിക്കാൻ വേണ്ടി പോവാണ്. അവനിവിടെ പ്രീ സ്കൂളിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ ചേർത്ത ഫസ്റ്റ് ഡേ തന്നെ അവൻ ഉച്ചക്ക് ഞങ്ങൾ അങ്ങനെ പൊക്കിയിട്ടോ. നേരെ ചെന്നത് ജിഞ്ചർ ഗാർലിക്കിലാണ്. ഇവിടെ കാൽഗറിയിലുള്ളൊരു സൗത്ത് ഇന്ത്യൻ ക്യൂഷ്യനാണ് കേട്ടോ. ഇവിടെ 3-4 ഫേമസ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിൽ ഒന്നിലേക്കാണ് ഞങ്ങളിപ്പോൾ പോണേട്ടോ. അപ്പോൾ കഴിക്കാൻ വന്ന ഡിഷ് വേറൊന്നുമല്ല, ഓണത്തിന് മുൻപേ തൊട്ടേ ഞങ്ങളിവിടെ കേൾക്കാൻ തുടങ്ങിയത് കേട്ടോ സമുദ്ര സദ്യ എന്ന് പറഞ്ഞൊരു ഐറ്റത്തിനെ പറ്റിയിട്ട്. ഇന്നേ വരെ കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെല്ലാം ഇതൊക്കെ ഫേമസ് ആണ്. ഇവിടെ കാൽഗറിയിലും ഇത് നേരത്തെ തന്നെ ഉള്ളതാണെന്ന് കേട്ടോ ഞങ്ങളുടെ അറിവ്. പക്ഷെ ഞങ്ങൾ വന്നതിന് ശേഷം ഇവിടെ അങ്ങനൊരു സമുദ്ര സദ്യ ഇതുവരെയും കഴിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു അതൊന്ന് ട്രൈ ആക്കാമെന്ന്. സദ്യ എന്ന് പറയുമ്പോൾ ഇലയിട്ട് വിളമ്പി പലതരം കറികളൊക്കെ കൂട്ടിയിട്ടുള്ള സംഭവമാണ് ഞങ്ങളുടെ മൈൻഡിലിട്ടോ. പക്ഷേ ഞങ്ങൾക്കിതേ വന്ന് കിട്ടിയതൊരു കൊട്ടയിലാട്ടോ. കുറച്ച് ചോറും ഒത്തിരി കറിയും. ചോറ് കണ്ടപ്പോൾ തന്നെ ഞങ്ങളൊന്ന് അന്തം വിട്ടു. കാരണം ഇത് തികയോ എന്നുള്ള സംശയത്തിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് കേട്ടോ. ഫസ്റ്റ് എൻ്റെ കയ്യിലേക്ക് സംഭവം കിട്ടിയപ്പോൾ തന്നെ ഞാനെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കണ്ടത് ഞണ്ടിനെ ആദ്യമായിട്ട് കിട്ടിയപ്പോൾ ആ ഒരു വെപ്രാളാട്ടോ. ഞണ്ടിനെ തിരിച്ചു മറിച്ച് നോക്കുന്നത് ഫസ്റ്റ് ടൈം കഴിക്കുന്ന ഒരു സംശയമാണ്. നമുക്ക് കിട്ടിയ ഈ ഒരു സദ്യയിലുണ്ടായിരുന്നത് കുറച്ച് ചോറും ഒരു ഞണ്ടും പ്രോൺസും കൂന്തലും സാലഡ്സും അങ്ങനെ കുറച്ച് ഐറ്റംസ് ആട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിലുണ്ടായിരുന്ന ബാക്കി ഫിഷിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും പറയാൻ നിൽക്കുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കഴിക്കലും പരിപാടികളെല്ലാം ചടപടയെന്ന് കഴിഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കഴിക്കണതിൻ്റെ അടുക്ക് ബാക്കി വീഡിയോസൊന്നും എടുത്തില്ല എന്ന് വേണം പറയാൻ. കഴിച്ച് സെറ്റായി ഫുള്ളായി ഞങ്ങൾ നല്ലൊരു ഉറക്ക ക്ഷീണത്തോട് കൂടി കേട്ടാ വീട്ടിലേക്ക് പോണത്. അത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.